നമസ്കാരം. ഈ പ്രപഞ്ചത്തിൽ ജനിച്ച ഏതൊരു ജീവിക്കും മരണമെന്നത് തടുക്കാനാവാത്ത ഒരു പ്രപഞ്ച സത്യമാണ്. എന്നാൽ മരണം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് വലിയൊരു ദുരന്തമോ മരണതുല്യമായ യാതനകളോ തീരാത്ത സങ്കടങ്ങളോ വന്നെത്തുന്നതിന് മുൻപായി പ്രകൃതിയും ഈ പ്രപഞ്ചവും ചില മുൻസൂചനകൾ നമുക്ക് നൽകാറുണ്ട്. നമ്മുടെ പഴമക്കാരും ജ്യോതിഷ പണ്ഡിതന്മാരും ഇതിനെ നിമിത്തശാസ്ത്രം എന്ന് വിളിക്കുന്നു. പക്ഷിമൃഗാദികളുടെ പെരുമാറ്റങ്ങളിലൂടെയും പ്രകൃതിയിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മാറ്റങ്ങളിലൂടെയും വരാനിരിക്കുന്ന വലിയ അനർത്ഥങ്ങളെക്കുറിച്ച് പ്രകൃതി നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ വീട്ടുപറമ്പുകളിൽ സർവ്വസാധാരണയായി കാണാറുള്ള, പൊതുവെ വളരെയധികം ഐശ്വര്യദായകവും ശുഭസൂചകവുമായി കരുതപ്പെടുന്ന ഒരു പക്ഷിയാണ് ഉപ്പൻ അഥവാ ചെമ്പോത്ത്. എന്നാൽ അതേ ഉപ്പൻ പക്ഷി തന്നെ ചില അപൂർവ അവസരങ്ങളിൽ നമ്മുടെ ഭവനത്തിന് വരാനിരിക്കുന്ന വലിയ ദോഷങ്ങളെക്കുറിച്ചുള്ള സൂചനകളും നൽകാറുണ്ട്. ഉപ്പൻ നൽകുന്ന അത്തരത്തിലുള്ള രണ്ട് പ്രധാന അമംഗള സൂചനകൾ എന്തൊക്കെയാണെന്നും അവ കണ്ടാൽ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നും വിശദമായി നമുക്ക് മനസ്സിലാക്കാം. ഉപ്പൻ പക്ഷി നൽകുന്ന അമംഗള സൂചനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണയായി നിങ്ങളുടെ വീട്ടിൽ പതിവായി വരാറുള്ള ഉപ്പൻ പക്ഷി പെട്ടെന്നൊരു ദിവസം മുതൽ വീടിൻ്റെ അതിർത്തിക്കുള്ളിലേക്ക് കടക്കാതിരിക്കുക എന്നതാണ് ഇതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം. ദിവസേന മുറ്റത്തോ വീട്ടുപറമ്പിലോ വന്നിരിക്കുന്ന ഉപ്പൻ പെട്ടെന്ന് വീടിൻ്റെ അതിർത്തിക്ക് പുറത്തു മാത്രം വന്നിരിക്കുകയോ പറമ്പിൻ്റെ അതിർത്തി കടന്ന് അകത്തേക്ക് വരാതെ അകന്നു മാറി നിൽക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അത് നാം നിസ്സാരമായി കാണരുത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം മാത്രം ഉപ്പൻ പക്ഷി അങ്ങനെ ചെയ്തതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. എന്നാൽ ദിവസങ്ങളോളം തുടർച്ചയായി ഇത്തരത്തിൽ ഉപ്പൻ പക്ഷി വീടിൻ്റെ ഉള്ളിലേക്ക് വരാതെ അതിർത്തിയിൽ തന്നെ വിട്ടുനിൽക്കുകയാണെങ്കിൽ അത് ആ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു തിരിച്ചടിയുടെയോ സാമ്പത്തിക തകർച്ചയുടെയോ അപ്രതീക്ഷിതമായ രോഗപീഠകളുടെയോ അല്ലെങ്കിൽ മരണതുല്യമായ വലിയ ദുഃഖങ്ങളുടെയോ മുൻസൂചനയാകാം. പതിവായി ഭവനത്തിൽ എത്തിയിരുന്ന ശുഭശകുനമായ പക്ഷി പെട്ടെന്ന് അതിർത്തിയിൽ തങ്ങി നിൽക്കുന്നത് വരാനിരിക്കുന്ന ദോഷങ്ങളുടെ പ്രതീകമാണ്. രണ്ടാമത്തെയും അങ്ങേയറ്റം അപകടകരവുമായ മറ്റൊരു ലക്ഷണമാണ് ചത്ത ജീവികളെ വീട്ടിൽ കൊണ്ടുവന്നിടുന്നത്. ഉപ്പൻ പക്ഷി ചത്ത ജീവികളെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിടുക എന്നതാണ് ഒരു പ്രധാന ലക്ഷണം. ഉപ്പൻ പക്ഷി അതിൻ്റെ ഇരയെയോ അല്ലെങ്കിൽ ചത്ത മറ്റ് ചെറിയ ജീവികളെയോ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തോ ഉമ്മറത്തോ വരാന്തയിലോ കൊണ്ടുവന്നിടുന്നത് അങ്ങേയറ്റം അശുഭകരമായ കാര്യമായിട്ടാണ് നിമിത്തശാസ്ത്രത്തിൽ കണക്കാക്കപ്പെടുന്നത്. ഇത് ആ ഭവനത്തിൽ ആവാഹിക്കപ്പെടുന്ന നിഷേധാത്മക ഊർജത്തെയും വരാനിരിക്കുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെയും അപ്രതീക്ഷിത നഷ്ടങ്ങളെയും സൂചിപ്പിക്കുന്നു. ഇത്തരമൊരു സംഭവം നിങ്ങളുടെ ഭവനത്തിലുണ്ടായാൽ കാര്യങ്ങളെ വളരെയധികം ജാഗ്രതയോടെ വീക്ഷിക്കേണ്ടതുണ്ട്. സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പ്രാർത്ഥനകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്തരത്തിലുള്ള അസ്വാഭാവികമായ ലക്ഷണങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലോ ഭവനത്തിലോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും ഭയപ്പെടുകയോ പരിഭ്രാന്തരാവുകയോ ചെയ്യേണ്ടതില്ല. മറിച്ച് കാര്യങ്ങളെ കൂടുതൽ ശ്രദ്ധയോടും മുൻകരുതലോടും കൂടി സമീപിക്കുകയാണ് വേണ്ടത്. ആരോഗ്യപരവും യാത്രയുമായി ബന്ധപ്പെട്ട വേറെ ചില കാര്യങ്ങൾ കൂടി നമുക്ക് എന്താണെന്ന് നോക്കാം. വരും ദിവസങ്ങളിൽ കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. ദൂരയാത്രകൾ ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. അടുത്തത് സാമ്പത്തിക കാര്യങ്ങളിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്പത്തിക ഇടപാടുകളിലും അപരിചിതരുമായുള്ള ഇടപാടുകളിലും അനാവശ്യമായ റിസ്കുകൾ ഒഴിവാക്കുക. ഇതിനു വേണ്ട ദൈവിക പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്തരം ദോഷങ്ങളെയും പ്രകൃതി നൽകുന്ന അമംഗള സൂചനകളെയും മറികടക്കാൻ ദൈവികമായ വഴികളാണ് ഏറ്റവും ഉത്തമം. എല്ലാവിധ ദോഷങ്ങളെയും അകറ്റാൻ സർവേശ്വരനായ മഹാദേവൻ്റെ നാമജപവും പ്രാർത്ഥനയും നമ്മെ സഹായിക്കും. സന്ധ്യാസമയം വീടുകളിൽ ഭക്തിയോടെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ടും ജാഗ്രത കൊണ്ടും
ഏത് വലിയ ദോഷത്തെയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. നിങ്ങളുടെ ഭവനത്തിലും ജീവിതത്തിലും സകലവിധ ഐശ്വര്യങ്ങളും സംരക്ഷണവും ഉണ്ടാകാൻ സാക്ഷാൽ മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമഃ ശിവായ എന്ന് ജപിക്കുക.